ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ടാലി പഠിച്ചാലത്തെ അഡ്വാൻറ്റേജസ്, അതേപോലെ തന്നെ ഇന്ത്യയിലെ ജോലി സാധ്യതകൾ, അതേപോലെ ഗൾഫിലെ ജോലി സാധ്യതകൾ, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാരെ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, ടാലി പഠിച്ചു കഴിഞ്ഞാൽ ഗൾഫിൽ ജോലി കിട്ടുമോ, ഗൾഫിൽ എത്രമാത്രം സാലറി കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് syamastallyclass@gmail.com ആണ്. അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഒരു മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മാസവും ക്ലാസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ടാലി A to Z ആണ് പഠിപ്പിക്കുന്നത്. അപ് ടു ഫൈനലൈസേഷൻ വരെ പഠിപ്പിക്കും. കമ്പനി ക്രിയേഷൻ മുതൽക്ക് അപ് ടു ഫൈനലൈസേഷൻ വരെ ഈ ഒരു ക്ലാസ്സിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ടാലിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ടാലിയെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ടാലി എന്താണ് എന്നുള്ളത് നോക്കാം. അതായത് ശ്യാം സുന്ദർ ഗോയാങ്കിയും അതേപോലെ തന്നെ ഭരത് ഗോയാങ്കിയും കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അവരുടെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ടാലി എന്ന് പറയുന്നത്. അപ്പോൾ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടാണ് അതുള്ളത്. അപ്പോൾ 80s അവർ ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ടാലി സൊല്യൂഷൻസിന് അവർ കൈമാറി. ഇപ്പോൾ ഇത് 100 കൺട്രീസിലെ എബോവ് ആയിട്ട് ഇപ്പോൾ ടാലി ഉണ്ട്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ടാലി ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു സ്മോൾ ആൻഡ് മീഡിയം ഫേമിലെ ഏതൊരു ഫേമിൽ എടുത്തു കഴിഞ്ഞാലും ഇന്ന് ടാലിയാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇന്ന് ഏതൊരു കമ്പനിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ടാലിയാണ്. ടാലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടാലി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി ഏത് സോഫ്റ്റ്വെയറും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. കാരണം ടാലിയിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സോഫ്റ്റ്വെയറിലൊക്കെ ആണെങ്കിൽ ഇന്നിപ്പോൾ ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർസ് ഉണ്ട്, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ്. കാരണം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അവരുണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവർക്ക് ആ കമ്പനിയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ ടാലി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് ഒരു സ്മോൾ ഫേമും അതേപോലെ തന്നെ ഒരു മീഡിയം ഫേമും ഉള്ള ഏതൊരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസും അതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലാണ് ടാലി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഇന്ന് ധാരാളം ടാലി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ മാത്രമാണോ, ഗൾഫിൽ ടാലി റിലവൻ്റ് ആണോ എന്നുള്ളതും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഗൾഫിലും ധാരാളമായിട്ട് ടാലി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് ടാലിയുടെ. അപ്പോൾ എൻ്റെ അധിക സ്റ്റുഡൻസും, ഒരു 85% അധികം സ്റ്റുഡൻസും ഗൾഫ് രാജ്യങ്ങളിലുള്ളവരാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്, ഇനി ഇവിടുന്ന് ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്നവരുണ്ട്, അപ്പോൾ ഇവിടുന്ന് ടാലി പഠിച്ചിട്ട് പോകുന്നവരുണ്ട്, അങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരെന്നോട് പറയാറുണ്ട്, അവരൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവരെ ചോദിക്കാറുണ്ട്, അത്ര ടാലി അറിയോ നിങ്ങൾക്ക് എന്നാണ് അത്ര ചോദിക്കാറുള്ളത്. അപ്പോൾ ഇവർ വിചാരിക്കും അവിടെ ടാലി ആയിരിക്കും എന്ന്. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ജോലിക്ക് കയറുമ്പോഴാണ് മനസ്സിലാക്കുക അവിടെ ടാലി അല്ല ഉപയോഗിക്കണത്. പക്ഷെ അവരെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടാലി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അറിയാം എന്നൊരു വിശ്വാസമാണ് അവർക്ക്. കാരണം പിന്നെ ഏതൊരു സോഫ്റ്റ്വെയറും അവർക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതുമല്ല, ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇന്ത്യൻ ആൾക്കാർ ഉണ്ട് അവിടെ. ബിസിനസ്സുമായിട്ട് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്. മലയാളികളും ഉണ്ട് ഒരു നല്ല ശതമാനം. അപ്പോൾ അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ടാലിയാണ് കുറച്ചും കൂടി കംഫർട്ട് ആയിട്ടുള്ളത്. അപ്പോൾ അവരെന്താണ്, ടാലി സോഫ്റ്റ്വെയർ ആണ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുക. അതുമല്ല, ടാലിയിലാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ടാക്സ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തിനനുസരിച്ച്, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ GST ആണ്, ഗൾഫിലാണെങ്കിൽ VAT ആണ്. ഇതെല്ലാം ടാലിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ടാലി ഉപയോഗിക്കാം എന്നർത്ഥം. ഇന്ത്യയിൽ ഉപയോഗിക്കാം, അതേപോലെ തന്നെ എന്താണ് ഗൾഫിലും ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ടാലിയുടെ ഉപയോഗം ഇത്രമാത്രം വ്യാപകമായി വന്നിരിക്കുന്നത്. കാരണം നമ്മൾക്ക് അതിൽ നിന്ന് എല്ലാ ഡാറ്റകളും നമ്മൾക്ക് എടുക്കാൻ പറ്റും. നമ്മൾക്ക് റിട്ടേൺ അതിൽ നിന്ന് തന്നെ കൊടുക്കാം. ഇപ്പോൾ GST ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സുകൾ അടിക്കാം, അതിലുള്ള
ഉള്ള റിട്ടേൺ നമുക്ക് അത് തന്നെ നമ്മൾക്ക് GSTR1 GSTR3B ഒക്കെ നമുക്ക് അത് തന്നെ നമുക്ക് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളുടെ ബിസിനസിന്റെ എല്ലാ കണക്കുകളും നമ്മൾക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ അറിയാൻ പറ്റും എന്നുള്ളതാണ്. ബിസിനസ് എത്രമാത്രം കൊടുക്കാനുണ്ട്, ബിസിനസ്സിലേക്ക് എത്രമാത്രം കിട്ടാനുണ്ട്, അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ ക്യാഷ് എത്രയുണ്ട്, ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട്, എത്ര സ്റ്റോക്ക് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. നമ്മളുടെ ബാലൻസ് ഷീറ്റിന്റെ പൊസിഷൻ എന്താണ്, നമ്മൾ എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് ഡെയിലി പ്രോഫിറ്റ് അറിയാൻ പറ്റും, മന്ത്ലി പ്രോഫിറ്റ് അറിയാൻ പറ്റും. ഇങ്ങനെ ഓരോന്നും നമ്മൾക്ക് ഈസി ആയിട്ട് നമ്മൾക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ടാലിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇത് ഒരു സ്മോൾ ആൻഡ് മീഡിയം ഫേംസിൽ വളരെ സ്യൂട്ടാണ്. അതേപോലെ തന്നെ നല്ലൊരു ERP സിസ്റ്റം ഇതിലുണ്ട്. അതേപോലെ തന്നെ ഈസി ടു ലേൺ ആണ്. അതേപോലെ തന്നെ ഈസി ടു ഡു ദ വർക്ക്. നമുക്ക് അതിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ നല്ല രീതിയിലൊരു ടാക്സ് സിസ്റ്റം അതിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പേറോൾ സിസ്റ്റം ഉണ്ട്. അതായത് നമ്മൾക്ക് ആൾക്കാരുടെ ഇപ്പോൾ ഒരു 10,000 20,000 എംപ്ലോയീസ് ഒക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സാലറി ഒക്കെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം നല്ല രീതിയിൽ ഒരു പേറോൾ സിസ്റ്റം ഉണ്ട്. അതുമല്ല നമ്മൾക്ക് ഡാറ്റകളൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കാനും പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു 2-3 വർഷം മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഇപ്പം നമുക്ക് അറിയണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾക്ക് അതിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി. നമ്മൾ നരേഷൻ കൊടുത്തിട്ടുള്ളതോ അതിലെ ഡേറ്റോ ഏതെങ്കിലും ഒരു കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ അതടിച്ച് നമുക്ക് ആ ഡാറ്റ നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോണത് എങ്ങനെ നമ്മൾ ടാലിയിൽ ഒരു മാസ്റ്റർ ആകാം എന്നുള്ളതാണ്. അപ്പം നമുക്ക് ടാലിയിൽ ഒരു മാസ്റ്റർ ആവണം എന്ന് വിചാരിക്കുക. ടാലി നമ്മളെ എന്താണ്, നമ്മൾ നല്ലൊരു ഇഷ്ടത്തോടു കൂടി തന്നെ നമ്മൾ പഠിക്കണം. അതായത് വേണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെ നമുക്ക് പഠിക്കണം. അപ്പം അതുമല്ല നമുക്കിപ്പോൾ ഒരു ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് ടാലിയിൽ പഠിക്കും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ BCom കഴിഞ്ഞു അല്ലെങ്കിൽ MCom കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കെയർ ഓഫിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടി. ഇപ്പോൾ ഫ്രണ്ടോ ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളൊരു ജോലിയിൽ കയറി. അപ്പോൾ അവിടെ ടാലിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ടാലിയിൽ അത്രമാത്രം ഒന്നും അറിയില്ല. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് എന്താ ആ ഒരു ഇതിലിരുന്നു കൊണ്ട് ഇന്നിപ്പോൾ ധാരാളം ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടല്ലോ. ഇപ്പം ഞാനും ടാലിയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇപ്പം എന്താ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ബെനിഫിറ്റ് പറഞ്ഞെങ്കിലോ, നമുക്ക് ഏത് രാജ്യത്തിൽ നിന്നാലും ഇപ്പം ഞാനിവിടെ കേരളത്തിൽ നിൽക്കുന്നു, പക്ഷേ എൻ്റെ സ്റ്റുഡൻസ് മുഴുവനും എന്താണ് ഗൾഫിലുള്ളവരാണ്. അപ്പോൾ അവർക്ക് എന്താണ് ഈ ഒരു ടൈമിൽ, അതായത് അവർ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു ഈവനിങ്ങിലാണ് ഇപ്പോൾ എൻ്റെ ക്ലാസ്സുകളൊക്കെ ഞാൻ വെക്കാറുള്ളത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് ക്ലാസ്സുകൾ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് അത് ജോലി സ്ഥലത്ത് പോയിട്ട് അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ്, നിങ്ങൾ ടാലി നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെ നിങ്ങൾ ജോലിയിലേക്ക് കയറുക. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അവിടുത്തെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ ടാലി നമുക്ക് എന്താണ് നല്ല രീതിയിൽ തന്നെ നമ്മൾ പഠിക്കണം. പിന്നെ ടാലിയിൽ എന്ത് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലെ പല കുട്ടികളുണ്ട്, അവരെല്ലാം ടാലി പഠിച്ചിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ. പക്ഷേ ഇപ്പോഴും അവർക്ക് എന്താണെന്നുള്ളത് അറിയില്ല. കാരണം അവരെ സംബന്ധിച്ച് ടാലി എന്ന് പറഞ്ഞാൽ ഒരു വൗച്ചർ എൻട്രി മാത്രമാണ്. അപ്പോൾ മിക്ക സ്ഥലത്തും വൗച്ചർ എൻട്രി ആണ് പഠിപ്പിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും വേണ്ട വിധത്തിൽ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ടാലിയിൽ എന്തെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് നമുക്കൊരു ഓഫീസിൽ ചെന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ നിർബന്ധമായിട്ടും എന്താണ്, ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. വൗച്ചർ എൻട്രി അത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും പഠിപ്പിക്കും. അല്ലാതെ നിങ്ങൾക്ക് എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. അതായത് 5,000 10,000 ഒക്കെ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെയൊക്കെ സാലറി നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പേറോൾ സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മൾക്ക് പ്രിന്റ് സെറ്റിങ്സ്, നമ്മളൊരു ബില്ല് അടിച്ചു കഴിഞ്ഞാൽ അത് പ്രിന്റ് എടുക്കുമ്പോൾ അതിൻ്റെ സെറ്റിങ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്ക് റീകൺസിലിയേഷൻ. BRS നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം ഏതൊരു ഫേമിലും ഇന്ന് ബാങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ബാങ്ക് റീകൺസിലിയേഷൻ ടാലിയിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ തന്നെ ഉണ്ടായിരിക്കണം. അതേപോലെ ചെക്ക് പ്രിന്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ മാനുഫാക്ചറിങ്, പലതരത്തിലുള്ള ബിസിനസ്സുകളുണ്ട്. ട്രേഡിംഗ് ഉണ്ട്, മാനുഫാക്ചറിങ് ഉണ്ട്, സർവീസ് ഉണ്ട്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഫേം ആവുമ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ ഗുഡ്സ് ഉണ്ടാക്കിയിട്ട് ആ ഐറ്റമാണ് വിൽക്കുക, അപ്പോൾ ആ പ്രൊഡക്ഷൻ എങ്ങനെ ടാലിയിൽ കാണിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് അതിനുപയോഗിക്കുന്ന ഓപ്ഷനാണ് ബിൽ ഓഫ് മെറ്റീരിയൽ എന്നാണ് പറയുക. അപ്പോൾ അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഐഡിയ ഉണ്ടായിരിക്കണം. അതേപോലെ എന്താണ് നമുക്ക് ഈ എൻട്രീസ് എല്ലാം ചെയ്യാൻ അറിഞ്ഞാൽ പോരാ, ഇയർ എൻഡും മന്ത് എൻഡും അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസും അറിഞ്ഞിരിക്കണം. അതായത്
ഫൈനലൈസേഷൻ അറിഞ്ഞിരിക്കണം. അല്ലാതെ നമ്മൾ വെറുതെ കുറച്ച് എൻട്രീസ് വെറുതെ പാസ് ചെയ്താൽ നിങ്ങളൊരു അക്കൗണ്ടന്റ് ആവില്ല. ഒരു അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിലെ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീല് ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇനി അടുത്തതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്രയാണ് സാലറി ഒക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ എൻ്റെ സ്റ്റുഡൻസും ഇവരൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മിനിമം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3.5 അതേപോലെ തന്നെ ഒരു 4K ഒക്കെ ദിർഹമൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അതിൽ കൂടുതലും ഉണ്ടായിരിക്കും, ചിലപ്പോൾ അതിൽ കുറവും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ളൊരു എമൗണ്ടാണ് പറയുന്നത്, ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് അല്ല ഞാൻ പറയണത്. അപ്പോൾ അത്രയും ദിർഹംസ് ഉണ്ടായിരിക്കും. കാരണം നിങ്ങളൊരു ബേസിക്, കാരണം നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ഈ ടാലി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഗൾഫിൽ എന്തായാലും നിങ്ങൾക്ക് ജോലി കിട്ടും. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 80% സ്റ്റുഡൻസും അവിടെ ഉള്ളവരാണ്. അവരെല്ലാവരും അവിടെ ജോലി ചെയ്യുന്നു. പിന്നെയുള്ള ഒരു സംശയമാണ് ടാലി കോമേഴ്സ് ഗ്രൂപ്പുകാർക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ടാലി ആർക്ക് വേണമെങ്കിലും പഠിക്കാം. ഇപ്പം എൻ്റെ ക്ലാസ്സിലാണെങ്കിൽ 2-3 അഡ്വക്കേറ്റ്സ് ഉണ്ടായിരുന്നു. BTech കഴിഞ്ഞിട്ടുള്ളവരുണ്ട്, അതേപോലെ തന്നെ BA ഉള്ളവരുണ്ട്. ഇവരൊക്കെ എന്താണ് അവിടെ ഇപ്പോൾ ജോലി ചെയ്യാണ്. അപ്പോൾ അവിടെ ഗൾഫിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകത ഞാൻ കേട്ടോടത്തോളം എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ പറയാറുള്ളതാണ്, അവർ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ചോദിക്കാറില്ല, നിങ്ങൾക്ക് വർക്ക് അറിയോ എന്നുള്ളതാണ് ചോദിക്കാറുള്ളൂ. സർട്ടിഫിക്കറ്റും അവർ ചോദിക്കാറില്ല. അപ്പോൾ അവിടെ നല്ല രീതിയിലൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ടാലിയെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.